ചരിത്രം കൊണ്ടും ആധുനികതയെ കൊണ്ടും സമ്പന്നമായ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നായ ഹൈദരാബാദ്. ഹൈദരാബാദ് പട്ടണത്തിന്റെ കണ്ണായ സ്ഥലത്തായിരുന്നു CPR എസ്റ്റേറ്റ് എന്ന ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടായിരുന്നത്. ഒരുപാട് കുടുംബങ്ങളും ബന്ധുക്കളും അടക്കം ധാരാളം പേർ താമസിക്കുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയം വളരെ സമ്പന്നമായ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമായിരുന്നു. ഈ CPR എസ്റ്റേറ്റ് എന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു 29-കാരിയായ സ്പന്ദനയും അമ്മ നർമ്മദയും അനിയൻ കാർത്തികും താമസിച്ചിരുന്നത്. അമ്മ നർമ്മദ ഒരു അധ്യാപികയും സഹോദരൻ കാർത്തിക് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. വിവാഹിതായിരുന്നെങ്കിലും സ്വന്തം വീട്ടിലായിരുന്നു സ്പന്ദന താമസിച്ചിരുന്നത്. അങ്ങനെ 2024 സെപ്റ്റംബർ 30-ന് സ്പന്ദനയുടെ അമ്മയും സഹോദരൻ കാർത്തികും ജോലിക്കായി അതിരാവിലെ തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറപ്പെട്ടു. വൈകിട്ട് ഏകദേശം 4 മണിയോടെ തിരിച്ചെത്തിയ അധ്യാപിക കൂടിയായ സ്പന്ദനയുടെ മാതാവ് നർമ്മദ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ അടച്ചു കിടക്കുന്നതാണ് ശ്രദ്ധിച്ചത്. അതിനുശേഷം കോളിംഗ് ബെൽ അടിച്ചെങ്കിലും കാര്യമായ പ്രതികരണമൊന്നും അകത്ത് നിന്ന് ഉണ്ടായില്ല. ശേഷം അയൽവാസികളെയൊക്കെ സംഘടിപ്പിച്ച് വാതിൽക്കൽ മുട്ടിയെങ്കിലും അപ്പോഴും പ്രതികരണം ഉണ്ടായില്ല. അതിനുശേഷമാണ് നർമ്മദ തന്റെ ഫോൺ എടുത്ത് സ്പന്ദനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അകത്ത് നിന്ന് ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കോൾ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നർമ്മദക്കും അയൽവാസികൾക്കും അവരുടെ ആശങ്ക വർദ്ധിച്ചു. ആദ്യം അവർ കരുതിയത് സ്പന്ദന ഉറങ്ങിപ്പോയി കാണും എന്നായിരുന്നെങ്കിലും 5-5:30 മണിയായിട്ടും വാതിൽ തുറക്കാത്തത് വളരെ വലിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചത്. സ്പന്ദനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ എന്ന് പോലും അവർ സംശയിച്ചു. അയൽവാസികളിൽ നിന്ന് അവർ മറ്റൊരു വിവരം അറിഞ്ഞത് രാവിലെ ജോലിക്ക് വന്ന ജോലിക്കാരി വന്നിട്ടും ഇതേ അവസ്ഥയാണ് ഉണ്ടായതെന്നും ആരും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അവർ മടങ്ങിപ്പോയെന്നും അതിനുശേഷം വന്ന സ്പന്ദനയുടെ സഹോദരി ജാൻവിയും ഇതേ അവസ്ഥ കാരണം മടങ്ങിപ്പോയെന്നും അയൽവാസികൾ നർമ്മദ ടീച്ചറെ അറിയിച്ചു. അങ്ങനെയിരിക്കെയാണ് നർമ്മദയും അയൽവാസികളും ഒരു തീരുമാനത്തിലെത്തിയത്. ഇത്ര വലിയ ആശങ്ക നിലനിൽക്കെ ഇനി ഒട്ടും കാത്തു നിൽക്കേണ്ടതില്ലെന്നും ഫ്ലാറ്റിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ഫ്ലാറ്റിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയാണ്. വാതിൽ തകർത്ത് അകത്ത് കയറിയ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ കാഴ്ച ആർക്കും തന്നെ പെട്ടെന്ന് താങ്ങാൻ സാധിച്ചില്ല. രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് സ്പന്ദന. അവളുടെ മുഖം ചതഞ്ഞരഞ്ഞ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം വികൃതമായിരുന്നു. ഒട്ടും വൈകിയില്ല, ഉടൻ തന്നെ പോലീസ് അവിടേക്ക് കുതിച്ചെത്തി അന്വേഷണം ആരംഭിച്ചു. ബലപ്രയോഗത്തിലൂടെ ആരും തന്നെ അകത്ത് കയറിയ ലക്ഷണമില്ലാത്തതിനാലും മോഷണങ്ങളൊന്നും നടന്നിട്ടില്ലാത്തതിനാലും ഇത് ഏതെങ്കിലും രീതിയിൽ മോഷണത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു അപകടമല്ലെന്നും ഇത് ഒരു കൊലപാതകം തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്യാതെ പുറത്തു നിന്നായിരുന്നു ലോക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൊലയാളി ഒരുപക്ഷെ സ്പന്ദനയ്ക്ക് പരിചയമുള്ള ആരെങ്കിലും ആവാനുള്ള സാധ്യതയും പോലീസ് പരിഗണിച്ചു. സ്വാഭാവികമായിട്ടും ആദ്യ സംശയം നീണ്ടത് സ്പന്ദനയുടെ ഭർത്താവായിരുന്ന വിനയ് കുമാറിലേക്കാണ്. സ്പന്ദനയും വിനയ് കുമാറും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ നേരിട്ടിരുന്നു. മാത്രമല്ല ഒരു വേള ഭർത്താവ് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പോലും പോലീസിൽ പരാതിയും സ്പന്ദന നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ ഒടുക്കമാണ് അവർ വിവാഹമോചനത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും മൊബൈൽ ഡാറ്റകൾ പരിശോധിച്ചപ്പോഴും വിനയ് ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പോലീസിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് മറ്റൊരു കാര്യം കണ്ടെത്തിയത്. കൊലപാതകി സ്പന്ദനയ്ക്ക് കുട്ടിക്കാലം മുതലേ പരിചയമുള്ള സഹപ്രവർത്തകൻ കൂടിയായ ബാല എന്ന യുവാവാണെന്ന് പോലീസിന് പതിയെ മനസ്സിലായി തുടങ്ങുന്നു. എങ്കിൽ പോലും സ്പന്ദനയ്ക്ക് അത്തരത്തിലൊരു പ്രണയം ബാലയോട് തോന്നിയിരുന്നില്ല. പലവട്ടം അവൾ നമസ്കരിക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും യാദൃശികമായാണ് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്പന്ദനയുടെ വിവാഹ മോചന വാർത്ത അറിഞ്ഞതോടെ ബാല തന്റെ പഴയ പ്രണയം ഒന്നുകൂടി പൊടി തട്ടിയെടുത്തു. ഒരിക്കൽ കൂടി സ്പന്ദനയ്ക്ക് മുന്നിൽ വിവാഹ അഭ്യർത്ഥനയുമായി ബാല എത്തി. എന്നാൽ പതിവ് പോലെ തന്നെ സ്പന്ദന ഇത്തവണയും ബാലയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. മാത്രമല്ല ബാലയിൽ നിന്ന് ഒരു ചെറിയ അകലം പാലിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ബാങ്കിലെ മറ്റു സഹപ്രവർത്തകരോട് സ്പന്ദന വളരെ അടുത്ത് പെരുമാറുന്നത് ബാലയെ അസ്വസ്ഥനാക്കി.
ഇത് ബാലയിൽ തീർത്താൽ തീരാത്ത പക വളർത്തി. ഒരു പക്ഷേ തനിക്ക് ലഭിക്കാത്തത് മറ്റാർക്കും ലഭിക്കണ്ട എന്ന സ്വാർത്ഥതയായിരിക്കാം ഈ മൃഗീയതക്ക് ബാലയെ പ്രോത്സാഹിപ്പിച്ചത്. സംഭവ ദിവസം രാവിലെ 10:30-ഓടെയാണ് ബാല സ്പന്ദനയുടെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ എത്തുന്നത്. കുട്ടിക്കാലത്തെ കാര്യങ്ങളും ജോലി സ്ഥലത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സംസാരം പുരോഗമിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു ബാല ഡംബൽസ് ഉപയോഗിച്ച് സ്പന്ദനയുടെ തലക്കടിച്ചു. മാത്രമല്ല കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്പന്ദനയുടെ മുഖം കുത്തി അയാൾ കുട്ടിക്കാലം മുതലുള്ള അയാളുടെ പക സ്പന്ദനയോട് തീർക്കുകയാണ്. സ്പന്ദനയുടെ മുഖം കുത്തി വികൃതമാക്കി. മരണം ഉറപ്പാക്കിയ ശേഷം ഇയാൾ പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അയാൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.